ഓണം റിലീസായെത്തി തിയേറ്ററുകളിൽ വമ്പൻ റിപ്പോർട്ടുകളുമായി തൂക്കിയടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിവിൻ പോളി ചിത്രമാണ് ബദലഹേം കുടുംബ യൂണിറ്റ്. ശവമായി ഒഴികെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിയേറ്ററുകളിൽ വലിയ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിവിൻ. ഖലീഫയിൽ നിന്നും നല്ല മത്സരം നേരിടുന്നുണ്ടെങ്കിലും നിലവിലെ പോക്കനുസരിച്ച് ഓണക്കാലം ഈ ചിത്രം തന്നെ തൂക്കുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ബദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിന്റെ ആശയം 2019 വികസിപ്പിച്ചതാണ്. ചിത്രത്തിന്റെ കഥാസംവിധായകൻ ഗിരീഷ് എ.ഡി. ആദ്യം പറഞ്ഞത് ആസിഫ് അലിയോടാണ്. അന്ന് മറ്റൊരു പ്രൊഡക്ഷൻ ബാനറിലായിരുന്നു ഈ ചിത്രം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആസിഫ് ആ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറി. തിരക്കഥ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല ആസിഫ് അലി ഈ ചിത്രം ഒഴിവാക്കിയത്, മറിച്ച് ആ നിർമ്മാണ കമ്പനിയുമായുള്ള ചില കാരണങ്ങൾ കൊണ്ട് ചിത്രം നടന്നില്ല. പിന്നീട് ഭാവന സ്റ്റുഡിയോസ് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതുവരെ തിരക്കഥ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ആസിഫ് ആ ചിത്രം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് മുൻപേ ഗിരീഷ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ആയേനെ ബദലഹേം കുടുംബ യൂണിറ്റ്. വർഷങ്ങൾക്ക് ശേഷം പുതിയ നിർമ്മാതാക്കൾ വന്നതോടെ ചിത്രത്തിലെ നായകനായി നിവിൻ പോളിയെ തിരഞ്ഞെടുക്കുകയും മമിത ബൈജു നായികയാവുകയും ചെയ്തു. ഒരു പക്ഷേ ആസിഫ് അലി ചെയ്തിരുന്നുവെങ്കിൽ ചിത്രത്തിന്റെ റിസൾട്ട് തന്നെ മറ്റൊന്നായേനെ. എന്തായാലും ആസിഫ് അലി കരിയറിൽ നടത്തിയ ഒരു വലിയ മിസ് തന്നെയാണ് ഈ ചിത്രം. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിവിൻ പോളിയാണോ അതോ ആസിഫ് അലിയാണോ ഏറ്റവും മികച്ച ചോയ്സ്?